എന്നിട്ട് അഭിനയ രംഗത്തേക്ക് കടന്നു. അഭിനയ രംഗത്തേക്ക് യാദൃശ്ചികമായി കടന്നു വന്നാണ്. ഞാൻ കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ചാരിറ്റിയിലെ മെമ്പറാണ്. അപ്പൊ അതിലിങ്ങനെ നമ്മുടെ ചാരിറ്റി വർക്ക്സിന്റെ കണ്ട് ഒരു ഡയറക്ടർ വരികയുണ്ടായി. എന്നിട്ട് കാക്കപ്പോള എന്നൊരു മൂവിയുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഓഡീഷന് വിളിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ മൂവിയിലോട്ട് ഇറങ്ങുന്നത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി പുരസ്കാരങ്ങൾ നേടി അഭിനയ രംഗത്ത്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന ചാരിറ്റി രംഗത്ത് ഒക്കെ ശ്രദ്ധേയനായി മാറുകയാണ് ഇടുക്കിയിലെ മാധവ് കൃഷ്ണ. ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് മാധവ് കൃഷ്ണയാണ്. നമസ്കാരം. നമസ്കാരം. മാധവ് നമസ്കാരം. മാധവിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് മാധവ് കൃഷ്ണ. എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ അടിമാലിലാണ്. ഞാൻ +1 പഠിക്കുന്നു. അടിമാലി SNDP VHSS പഠിക്കുന്നത്. എന്തെല്ലാമാണ് ഈ രംഗത്തെ മാധവിന്റെ സംഭാവനകൾ? ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ചിത്രരചനയാണ്. അതിന് പുറമെ ഞാനിപ്പോൾ ഒരു 7ഓളം മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംവിധായിക ചിന്മയി നായരുടെ ക്ലാസ് ബൈ എ സോൾജർ എന്ന മൂവിയിൽ സൂര്യ എന്നൊരു ക്യാരക്ടർ വേഷം ചെയ്യാൻ അവസരം കിട്ടി. വിജയ് യേശുദാസ് ആണ് അതിൽ നായിക. കൂടാതെ മറ്റു താരങ്ങൾ ശ്വേതാ മേനോനുണ്ട്, മീനാക്ഷി, കലാഭവൻ ഷാജോൺ, അങ്ങനെ വ്യത്യസ്ത താരങ്ങൾ അനുകരിക്കുന്ന ഒരു മൂവിയായിരുന്നു അത്. പിന്നെ ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ തമിഴ് നായകൻ സൂര്യയുടെ കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്യുന്ന സൂര്യ 44 ടൈറ്റിൽ റിലീസ് ആയിട്ടില്ല. അതിലെ മൂവിയിലാണ് ഞാനിപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാധവിന് ഇത്തരത്തിലുള്ള കഴിവുണ്ടെന്നും അഭിനയത്തിനുള്ള കഴിവുണ്ടെന്നും ചിത്രത്തിനുള്ള കഴിവുണ്ടെന്നും ഒക്കെ തിരിച്ചറിഞ്ഞത് അധ്യാപകരാണോ? അല്ല, ഞാൻ വരയ്ക്കുമെന്ന് കണ്ടുപിടിച്ചത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേരൻസ് ആണ്. ചെറുപ്പത്തിൽ ഈ ആശുപത്രിയിലൊക്കെ വെച്ച് ബെഡ്ഷീറ്റേക്കടെ നമ്മുടെ വീട്ടുകളിലൊക്കെ വഴക്ക് പറയുന്നല്ലോ കണ്ട് ഈ തുണിയിലൊക്കെ പടം വരയ്ക്കും വഴക്ക് പറയണതിന് വരെ എൻ്റെ മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. എന്നിട്ട് അഭിനയ രംഗത്തേക്ക് കടന്നു. അഭിനയ രംഗത്തേക്ക് യാദൃശ്ചികമായി കടന്നു വന്നാണ്. ഞാൻ കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ചാരിറ്റിയിലെ മെമ്പറാണ്. അപ്പൊ അതിലിങ്ങനെ നമ്മുടെ ചാരിറ്റി വർക്ക്സിന്റെ കണ്ട് ഒരു ഡയറക്ടർ വരികയുണ്ടായി. എന്നിട്ട് കാക്കപ്പോള എന്നൊരു മൂവിയുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഓഡീഷന് വിളിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ മൂവിയിലോട്ട് ഇറങ്ങുന്നത്. പക്ഷേ കാക്കപ്പോള എന്ന മൂവി ഇപ്പോഴും അതിന്റെ പ്രവർത്തനത്തിലാണ്. ഇതുവരെ അതിന്റെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല. അവിടെ നിന്ന് കിട്ടിയ ബന്ധങ്ങളിലൂടെ ഞാനിപ്പോൾ ആ സിനിമയ്ക്ക് മുമ്പേ തന്നെ ഞാനിപ്പോൾ 7ഓളം മൂവീസ് ഞാൻ ചെയ്തു കഴിഞ്ഞു. മലയാളം എത്ര ചെയ്തു? മലയാളത്തിലാണ് ഞാൻ 6 ചെയ്തത്. ഇപ്പോൾ ചെയ്ത സൂര്യയുടെ മൂവിയാണ് ഞാൻ തമിഴിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. അത് വരും എന്ന പൊങ്കലിനാണ് അതിന്റെ റിലീസ്. എല്ലാവരും അത് കാണണം, സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും. ഇടുക്കിയിലെ അടിമാലിയിൽ എവിടെയാ താമസിക്കുന്നത്? അടിമാലി ഞാൻ പ്രോപ്പർ അമ്പലപ്പടിയിലാണ് താമസിക്കുന്നത്. അമ്പലപ്പടിയിൽ തന്നെയാണ്. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? എൻ്റെ അച്ഛൻ്റെ പേര് ജയൻ. അച്ഛൻ തടിയുടെ ബിസിനസ്സാണ്. അമ്മ ടീച്ചറാണ്. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ അധ്യാപികയാണ്. പേര് മഞ്ജു. എനിക്കൊരു അനിയനുണ്ട്, അനയ് കൃഷ്ണ. എനിക്ക് കിട്ടിയ അവാർഡുകൾ എനിക്ക് കിട്ടുന്ന അടുത്ത വർഷം തന്നെ അവനും കിട്ടാൻ അവൻ ശ്രമിക്കാറുണ്ട്. ഏതൊക്കെ അവാർഡ് കിട്ടിയത്? എനിക്ക് 2022 ഉജ്ജ്വലബാല്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ അനിയനെ ഈ കഴിഞ്ഞ 2023 ഉജ്ജ്വല ബാല്യ പുരസ്കാരം അവനായിരുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രതിഭാ പുരസ്കാരം 2023 എനിക്കും, 2024 അവനുമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വർഷം ഭാരത് സേവക് സമാജിന്റെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും ഒരേ വേദിയിൽ ഒരുമിച്ച് എന്നാണ് അവാർഡ് മേടിക്കാൻ അവസരം ഉണ്ടായത്. അതിൽ ഒരുപാട് സന്തോഷം. മാധവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ, പ്രത്യേകിച്ച് അധ്യാപകര്, കൂട്ടുകാര്. നമ്മുടെ ഈ അടിമാലിയിലെ ഒരു ബന്ധം എങ്ങനെയാണ്? ശരിക്കും ഇങ്ങനെ ഒരു മേഖലയിലോട്ട് കടന്നു സിനിമയിലോട്ടൊക്കെ വരണമെങ്കിൽ തന്നെ നമുക്ക് സ്കൂളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് മെയിനാണ്. ഞാൻ കൂടുതലും ക്ലാസ് ഒക്കെ പോകും. അപ്പോൾ ടീച്ചർമാർ വിളിച്ചായാലും അമ്മ അവിടുത്തെ അധ്യാപകയും കൂടിയാണ്. അപ്പോൾ ടീച്ചർമാർ വിളിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് എടുത്തു തരുന്നു. അതെല്ലാം ടീച്ചർമാരുടെ രീതിയിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടുകളും ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ സിനിമ എൻ്റെ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് എല്ലാവരെയും കൂട്ടി സിനിമ കാണിക്കാൻ പോകാറുണ്ട്. അങ്ങനെയൊക്കെ. ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് കടന്നത് എങ്ങനെയാണ്? ഈ കൂട്ടം എന്ന് പറയുന്ന ചാരിറ്റിയിലേക്ക് കടക്കാനുള്ള ഒരു കാര്യം? എൻ്റെ അച്ഛൻ ചാരിറ്റി മെമ്പർ ആയിരുന്നു. കൂട്ടം എന്ന് പറയുന്നത് ഒരു ചാരിറ്റി സംഘടനയാണ്. കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമുള്ള ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെയാണ് ഈ സ്ഥാപനം വന്നത്. അതിൽ ഇടുക്കി ജില്ലയുടെ പ്രസിഡന്റ് ആയിരുന്നു എൻ്റെ അച്ഛൻ. അങ്ങനെയാണ് ഞാൻ ചാരിറ്റിയിലേക്ക് കടന്നു വരുന്നത്. അച്ഛനാണെങ്കിൽ വയനാട് അന്ന് പണ്ട് പ്രളയത്തിന്റെ സമയത്ത് വയനാട്ടിലേക്ക് ഈ സംഭവങ്ങളും കൊണ്ടൊക്കെ പോയത്. അതൊക്കെ എനിക്ക് ഇങ്ങനെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു താല്പര്യം, എനിക്ക് ഇവിടെ ഇതിനകത്ത് ജോയിൻ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ കൂട്ടത്തിലായിട്ട് കടന്നു വരുന്നത്. ഇപ്പം ഞാനൊരു 2-3 വർഷമായിട്ട് ഞാൻ കൂട്ടത്തിലുണ്ട്. അതിനു മുമ്പ് ഞാൻ കൂട്ടത്തിൽ അച്ഛന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നു. എന്താ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇവിടെ ഈ ഹൈറേഞ്ചിൽ കാഴ്ചവെച്ചിട്ടുള്ളത്?
ഇവിടെ ഞാനിപ്പോൾ എനിക്ക് ഉജ്ജ്വലവാലി പുരസ്കാരം ഒരു 25,000 രൂപ അതിന് ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ആ പൈസ ഞാനാണെങ്കിൽ നമ്മുടെ മാങ്കുളത്തുള്ള സിജിമോൻ എന്ന് പറഞ്ഞ ഒരു അങ്കിൾക്ക് കല്യാണം, പുള്ളിക്ക് അലക്കി കീഴ്പോട്ട് തളർന്നു പോയ ആളാണ്. അദ്ദേഹത്തിന്റെ കല്യാണം അതുപോലെ തന്നെ ഉള്ള ഒരാളുമായിട്ട് കോഴിക്കോട് ലൈജ എന്ന് പറഞ്ഞ ഒരാളായിട്ടായിരുന്നു വിവാഹം. അവരുടെ വിവാഹത്തിന് ഞാൻ അവർക്ക് വേണ്ടി വിവാഹ വസ്ത്രം എൻ്റെ 25,000 രൂപയ്ക്ക് ഞാൻ അവർക്ക് വാങ്ങിക്കൊടുത്തു. അവരുടെ കല്യാണത്തിന് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. അതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ അതിനുശേഷം ഞാൻ ഇവിടെ എല്ലായിടത്തും അത്യാവശ്യം ഇവിടെ അടിമാലിലും അതുപോലെ ഇടുക്കിയിലുള്ള മിക്ക സ്ഥലങ്ങളിലും ഞാൻ അന്നദാനം, അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കുട്ടികൾക്ക് ഇല്ലാത്ത ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ഡ്രസ്സ്, സ്കൂൾ ബാഗ്, സ്കൂൾ തുറക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സാധനങ്ങളും ഞാൻ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഞാനുമായിട്ടും കൊടുക്കാറുണ്ട്, പിന്നെ കൂട്ടമായിട്ട് കമ്പൈൻ ചെയ്തും കൊടുക്കാറുണ്ട്. ചിത്രരചനയിൽ ഏതെല്ലാം തലത്തിലേക്ക് എത്തി? ചിത്രരചനയിൽ ഞാനിപ്പോൾ 2-3 വർഷമായിട്ട് സ്റ്റേറ്റ് ലെവൽ വിന്നറാണ്. ഇപ്പൊ ഈ വർഷത്തെ സ്റ്റേറ്റ് ലെവൽ മത്സരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇപ്പൊ സ്കൂൾ തല മത്സരങ്ങളിലെല്ലാം കഴിഞ്ഞു അല്ലേ? സ്കൂൾ തല മത്സരങ്ങൾ കഴിഞ്ഞു. റവന്യൂ ജില്ല, സബ് ജില്ലാ മത്സരങ്ങളിൽ എനിക്ക് 3 ഐറ്റം ഞാൻ പങ്കെടുത്ത 3 ഐറ്റത്തിന് എ ഗ്രേഡ് ഉണ്ട്. ഏതൊക്കെയാണത് പങ്കെടുത്ത്? ഞാൻ വാട്ടർ കളർ, പെൻസില്, പിന്നെ കൊളാഷ് മേക്കിങ്ങിനാണ്. അപ്പോൾ എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പാലക്കാടും എല്ലാമായിട്ട് ഇങ്ങനെ പല മത്സരങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വന്നപ്പോൾ ചെറിയ സ്ട്രെയിൻ കാരണം വലിയ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കൊളാഷിന് മാത്രമാണ് സ്റ്റേറ്റ് ലെവലിലേക്ക് ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പൊ എന്തായാലും മാധവിന്റെ ഒരു കാര്യം പറയും. മാധവിന്റെ കൂടെ ഒപ്പത്തിനൊപ്പം കയറി വരുന്നുണ്ട് സഹോദരൻ അല്ലേ? അദ്ദേഹത്തിന്റെ പേര്? അനിയന്റെ പേര് അനയ് കൃഷ്ണ. അനയ് കൃഷ്ണ. അനയ് കൃഷ്ണ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അവൻ 7th പഠിക്കുന്നു. അടിമാലി തന്നെ വിശുദ്ധീപ്തി CMA പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. എവിടെയൊക്കെയാണ് മാധവ് പഠിച്ചത് ചെറിയ പ്രായത്തിലൊക്കെ? ഞാൻ 2nd വരെ ഈസ്റ്റേണിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, അടിമാലി തന്നെ. അതിനുശേഷം ഞാൻ 3rd മുതൽ 7th വരെ വിശുദ്ധീപ്തിയിലായിരുന്നു. അതിനുശേഷം അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിക്കാനുള്ള ഒരു ഇതും കൊണ്ട് ഞാൻ അമ്മയുടെ സ്കൂളിലായിട്ട് ഞാൻ SNDP മാറുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ +1 വരെ SNDPയിലാണ്. ഇനി അങ്ങോട്ട് തുടർന്ന് SNDP തന്നെയായിരിക്കും. അഭിനയ രംഗത്ത്, ചിത്രരചനാ രംഗത്ത്, ചാരിറ്റി രംഗത്തൊക്കെ ചെറിയ സ്വപ്നങ്ങളുണ്ടല്ലോ. എന്താണ് അടുത്ത സ്വപ്നം? ഞാൻ ഇപ്പൊ നിലവിൽ എനിക്ക് അടുത്ത സ്വപ്നം എന്ന് പറയാനായിട്ട് ഞാനൊരു അവാർഡിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ പ്രതിഭാ ബാല പുരസ്കാർ എന്ന് പറഞ്ഞൊരു അവാർഡ്. നരേന്ദ്രമോദി സാറാണ് അവാർഡ് തരുന്നത്. കേരളത്തിൽ ഒരാൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ അതില് ടോപ്പില് എവിടെയോ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഒരു അറിവ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ്. ഈ വർഷം അല്ലെങ്കിൽ 18 വയസ്സ് വരെ അവാർഡിന് വെക്കാൻ സാധ്യതയുള്ളൂ, നമുക്ക് പറ്റത്തുള്ളൂ. 18ലേക്ക് എത്തുന്നല്ലേ? 18ലേക്ക് എത്തുന്നതിന് മുമ്പ് ആ അവാർഡ് കരസ്ഥമാക്കണം. അതിനുള്ള ഒരു പ്രയത്നത്തിലാണ്. തീർച്ചയായിട്ടും ആത്മവിശ്വാസമാണ് പ്രധാനം. ആ ആത്മവിശ്വാസം തീർച്ചയായിട്ടും മാധവനുണ്ട്. മാധവന്റെ വഴികളെല്ലാം വിജയകരമാവട്ടെ, മുന്നേറട്ടെ. ഒരുപാട് ആശംസകൾ. ഇതൊക്കെയാണ് മാധവകൃഷ്ണ. ഉയരങ്ങൾ താണ്ടുമ്പോഴും വിനയാന്വിതനായി ഞാൻ ഇവിടെയുണ്ട് എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് മാധവ്. സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി.